അർച്ചന, ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുട്ടികൾ ഒരു മൈം അവതരിപ്പിക്കുമ്പോൾ അവിടെ അത് നിർത്തിവെപ്പിക്കാൻ അധ്യാപകരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിലിപ്പോൾ എന്തായാലും പ്രതിഷേധമടക്കം ഇതിൽ വലിയ വ്യാപകമായിട്ടുള്ള വിമർശനമുയർന്നു. പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങി, ഒരു നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്. ഒപ്പം ഈ നിർത്തിവെച്ച കലോത്സവം അത് ഉടൻ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച തന്നെ ഉണ്ടാകുമോ? വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇന്ന് സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് കണ്ടു MSFന്റെ SFI ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങളായിരുന്നു ഇന്ന് സ്കൂളിൽ ഉണ്ടായിരുന്നത്. അതായത് യോഗം നടക്കുന്ന സമയത്ത് PT അംഗങ്ങളും അധ്യാപകരും അടങ്ങുന്ന സംഘം യോഗം നടക്കുന്ന സമയത്താണ് അത്തരത്തിൽ ക്ലാസ് മുറിയിലേക്ക് ചെന്നായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിനൊടുവിലാണ് PT അംഗങ്ങളുടെ അടക്കം പ്രതികരണം വന്നത്. അതായത് അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വീഴ്ചയാണ്. അത്തരത്തിൽ ഒരു തിങ്കളാഴ്ചയോടുകൂടി കലോത്സവം പുനരാരംഭിക്കും എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം തന്നെ AK മഷ്റഫ് MLA, അതായത് മഞ്ചേശ്വരം MLA അടക്കം അതിന് പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്, ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ വേണ്ടവിധ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ അഷ്റഫ് MLA അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സമാനമായ രീതിയിൽ ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് കുട്ടികൾ മൈമിംഗ് അവതരിപ്പിക്കുന്ന സമയത്താണ് അത്തരത്തിൽ ഈ ഒരു അധ്യാപകർ വരുന്ന സമയത്ത് അധ്യാപകർ വന്ന് ഈ ഒരു കർട്ടൻ പൊന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് തുടർന്ന് വലിയ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഇപ്പോൾ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടായേക്കുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനയും. ശ്രുതി, തീർച്ചയായിട്ടും എന്തായാലും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുമോ, മറ്റൊന്ന് കലോത്സവം തിങ്കളാഴ്ച തന്നെ നടത്തിയേക്കും എന്നുള്ള വിവരം കൂടി. അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.